ഹായ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ബിഗ് ബോസ് സീസൺ 6 ഷോയിലെ ഏറ്റവും വലിയ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ജാസ്മിനും ഗബ്രിയുമായുള്ള ആ ഒരു കോംബോ ഗെയിമിനെക്കുറിച്ചും അതിൻ്റെ ഗെയിമിനെ വിലയിരുത്തലും ഒക്കെ പ്രേക്ഷകർ നമ്മൾ റിലേറ്റഡായ ഷോ തന്നെയായിരുന്നു. അതായത് നമ്മൾ തന്നെയാണ് ആ വിവാദത്തിൻ്റെ അത് അവർ പബ്ലിക്കായി പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഒരു ഗെയിം ഷോയിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചർച്ചയാകും. അങ്ങനെ അതിന് യാഥാർത്ഥ്യത്തിലേക്ക് സ്വയം ലൈവിൽ വന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തതാണ്, എൻ്റെ തെറ്റുകളൊക്കെ ഞാൻ തിരിച്ചറിയുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിട്ടുണ്ട്. ലൈവിൽ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഞാനെല്ലാം ഉൾക്കൊണ്ട് സംസാരിക്കുകയാണ്, പക്ഷേ ഇനി എന്നെ ചൊറിയാൻ വരരുത്, ഞാനൊരു കാട്ടുതീയായി മാറുമെന്നൊരു വെല്ലുവിളി ജാസ്മിൻ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പലരും എന്നെ ചതിച്ചു എന്നൊക്കെയാണ് ജാസ്മിൻ്റെ ആ വാക്കുകളിൽ നിന്ന്. എന്നെ പലരും ഞാൻ എൻ്റെ കുടുംബത്തെ ഏൽപ്പിച്ചവരൊക്കെ എന്നെ സംരക്ഷിച്ചില്ല, അവർ എന്നെ ചതിക്കുകയാണ്, എൻ്റെ മാരേജും എൻഗേജ്മെൻറ്റൊന്നും നടന്നില്ല എന്നൊക്കെയാണ് ജാസ്മിൻ ജാഫർ ആ വീഡിയോയിലൂടെ കൊണ്ടുപോകുന്നത്. പക്ഷേ ചിലതെല്ലാം സത്യമാകാം, ചിലതെല്ലാം അസത്യമാകാം. പക്ഷേ നമുക്ക് ഏതാണ് സത്യമെന്ന് ഒരിക്കലും പറയാൻ പറ്റും. പക്ഷേ ആ ജാസ്മിൻ ജാഫർ എന്ന വ്യക്തിയുടെ ലൈഫ്, അത് അവരുടെ ലൈഫാണ്, അവരാണ് അതിനെ ജഡ്ജ് ചെയ്യേണ്ടത്. അത് നമ്മൾ വിലയിരുത്തേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഒരു ഷോ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗമാണെന്ന് മാത്രം കരുതി നമ്മളത് മറന്നു കളയുക എന്നൊരു ഷോയുടെ പരിഗണന, അതായത് ഒരു വ്യക്തിയോടുള്ള പരിഗണന മാത്രം നമ്മൾ കാണിക്കണം. നമുക്ക് എല്ലാം ഒരു കണ്ടൻ്റാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തിയുടെ ജീവിതം വെച്ച് നമ്മൾ പന്താടുന്നത് അത് അത്ര വലിയ നല്ലൊരു കാര്യമാണെന്ന് നമുക്കും തോന്നുന്നില്ല. ജാസ്മിൻ ജാഫർ എന്നൊരു വ്യക്തി, അതായത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് ഇനി നമ്മൾ ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യം, അങ്ങനെ പലരും നോക്കുന്നുണ്ടാവാം, പക്ഷെ അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് ഒരിക്കലും തോന്നുന്നില്ല. തനിക്ക് പറ്റിയ തെറ്റ് ഞാൻ ഖേദിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വലിയൊരു തിരിച്ചറിവ് ഒരു വ്യക്തിക്കുണ്ടാവാൻ ഇതിനും വലിയൊരു ഭാഗ്യം വേറെയൊന്നുമില്ല. നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ ഇപ്പോൾ ജാസ്മിൻ എന്ന വ്യക്തിയിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്, ആ പെൺകുട്ടി അവിടെ ചെയ്തെല്ലാം ഒരു ഗെയിമിൻ്റെ പാർട്ടായിട്ട് മാത്രമാണ്, ഗബ്രി ഒരു ഫ്രണ്ടായി മാത്രം കരുതുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതെല്ലാം സത്യം, യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയേണ്ടത് പ്രേക്ഷകർ തന്നെയാണ്. അപ്പോൾ അതിലേ കൂടി നമ്മൾ സഞ്ചരിക്കാതിരിക്കുക എന്നാണ് ഏറ്റവും വലിയ ഉത്തമം. അത് അവരുടെ ജീവിതം, അവരുടെ ലൈഫ്, അത് അവർ ഡിസൈഡ് ചെയ്തോട്ടെ. നമ്മളതിൽ ചളി വാരി എറിഞ്ഞ് അത് അവർ ഏറ്റെടുത്തോളും. എന്ത് വന്നാലും ഞാൻ ഏറ്റെടുക്കും. ഞാൻ പുറത്തിറങ്ങിയാൽ, ഞാൻ ഇതിനെ തിരിച്ചടിച്ചാൽ എന്ത് സംഭവിക്കുമെന്നത് അതൊരു കാട്ടുതീയായി മാറും എന്നൊക്കെയാണ് വെല്ലുവിളിക്കുന്നത്. അതെന്ത് വെല്ലുവിളിയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. പക്ഷേ ഒരു സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളിക്കുമ്പോൾ അതിൻ്റെ പ്രതിച്ഛായ തന്നെ മാറും. അതിൻ്റെ ഒരു ഭാഗമാണല്ലോ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പബ്ലിക് റിയാലിറ്റി ഷോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റിയാലിറ്റി നമ്മൾ അനുഭവിക്കുന്നതല്ല, അത് നമ്മൾ മെസ്സേജായി കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഷോയുടെ കണ്ടൻറ് ബേസ്ഡ് അതൊരു ഷോ ആണ്, അതൊരു കണ്ടൻ്റാണ്, അതൊരു വോട്ടിങ്ങിന് വേണ്ടിയുള്ള മാത്രം ഒരു പ്ലാറ്റ്ഫോമാണ്.